നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 25 സ്വാഗതം. ഒരിക്കൽ പഴം വിൽക്കുന്ന ഒരു വൃദ്ധ പഴം വേണോ പഴം എന്ന് വിളിച്ചുകൊണ്ടുവന്നു. സർവഫലപ്രദനായ പ്രഭുവിന് പഴം വേണമെന്ന് തോന്നി. 2 ഉണ്ണിക്കൈകളും ചേർത്ത് നിറച്ച് ധാന്യം എടുത്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ഓടി. ധാന്യം മിക്കതും വഴിനീളെ ചോർന്നുപോയി. ശേഷിച്ച അല്പം ധാന്യം അവരുടെ കൂടയിലിട്ടിട്ട് പഴത്തിനു വേണ്ടി ഉണ്ണിക്കൈകൾ നീട്ടി. കണ്ണൻ കിങ്ങിണിയും വളയും കിലുക്കിക്കൊണ്ട് ഓടിവരുന്ന അഴകും നീട്ടിപ്പിടിച്ച ഉണ്ണിക്കൈകളുടെ ശോഭയും നോക്കി മതിമയങ്ങിയ വൃദ്ധ വാത്സല്യപൂർവം 2 കൈകളും നിറച്ചു പഴം വെച്ചു കൊടുത്തു. കണ്ണൻ ആ പഴങ്ങൾ വാങ്ങി അകത്തേക്കോടി. വൃദ്ധ തന്റെ കുട്ടയിൽ നോക്കി. എന്തത്ഭുതം! വിലയേറിയ രത്നങ്ങളാൽ അത് നിറഞ്ഞിരിക്കുന്നു. കണ്ണൻ ചങ്ങാതിമാരോടുകൂടി യമുനാ തീരത്ത് കളി തുടങ്ങിയാൽ കുളി വേണ്ട, ഊണ് വേണ്ട, ഉറക്കവും വേണ്ട. എത്ര കളിച്ചാലും മതി വരില്ല, മടങ്ങി വരികയുമില്ല. രോഹിണി പോയി എത്ര വിളിച്ചിട്ടും രാമകൃഷ്ണന്മാർ തിരിഞ്ഞു നോക്കിയില്ല. അവർ ഗൃഹത്തിൽ വന്ന് യശോദയോട് എന്നെക്കൊണ്ടാവില്ല, നീ തന്നെ പോയി വിളിക്കൂ എന്ന് പറഞ്ഞു. യശോദ പ്രേമപൂർവം ചെന്നു വിളിച്ചു. കൃഷ്ണ, അരവിന്ദാക്ഷ, ഒന്ന് വേഗം വരൂ, നീ കളിച്ചു തളർന്നുവല്ലോ. നിനക്ക് വിശക്കുന്നില്ലേ മകനെ? രാമ, മകനെ, അനുജനെയും കൂട്ടി വേഗം വരൂ. നിങ്ങളെ കാണാതെ വ്രജനാഥനും കൊണ്ടിട്ടില്ല. ഈ കുട്ടികളെല്ലാം നിങ്ങളെപ്പോലെയാണോ? നോക്കുവിൻ, അവർ കുളിച്ച് ആഹാരവും കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളും കുളിയും ഭക്ഷണവും കഴിഞ്ഞു വന്ന് കളിക്കൂ. വരൂ മക്കളെ. ഇങ്ങനെയെല്ലാം ഏറെ പറഞ്ഞു നോക്കി. ആര് കൂട്ടാക്കാനാണ്? യശോദ ബലമായി 2 പേരെയും കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് അലങ്കരിച്ച് ചോറൂട്ടി സുഖമായി ഉറക്കി. ഭാഗ്യവതിയായ ആ മാതാവ് സർവലോകേശനിൽ പുത്രവാത്സല്യം ചൊരിഞ്ഞു. ഇതേവരെ ബൃഹദ്വനത്തിൽ കളിച്ചു നടന്ന ഭഗവാന് ഇനി തന്റെ സാക്ഷാൽ വാസസ്ഥലമായ വൃന്ദാവനത്തിൽ വിഹരിക്കണമെന്ന് തോന്നി. ഭഗവത് സങ്കല്പം ഗോപന്മാരിൽ ഉടനെ പ്രവർത്തിച്ചു. അവർ സംഘം ചേർന്ന് കൃഷ്ണൻ ജനിച്ചതു മുതൽ നേരിട്ട പല പല ആപത്തുകളെയും അനുസ്മരിച്ചു. അപ്പോൾ ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനും കൃഷ്ണരാമന്മാരുടെ ഹിതകാരിയുമായ ഉപനന്ദനൻ പറഞ്ഞു, ഇവിടെ ബാലകന്മാർക്ക് നാശഹേതുക്കളായ ഉൽപാദങ്ങൾ അടിക്കടി കാണുന്നു. അതിനാൽ ഗോകുലത്തിന്റെ നന്മയ്ക്കായി നാം ഉടനെ സ്ഥലം വിടണം. ബാലഘാതകിയായ പൂതനയിൽ നിന്നും കൃഷ്ണൻ എങ്ങനെയോ രക്ഷപ്പെട്ടതും ശകടം അവന്റെ മേൽ വീഴാത്തതും ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ടാണ് നിശ്ചയം. തൃണാവർത്തൻ ഇവനെ കൊല്ലുവാനായി ആകാശത്തേക്ക് കൊണ്ടുപോയി. ഭഗവത് അനുഗ്രഹത്താൽ അസുരൻ പാറപ്പുറത്ത് വീണു മരിച്ചു. കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. 2 വൻമരങ്ങൾ വീണതിന്റെ ഇടയിൽപ്പെട്ടിട്ടും ഇവൻ മരിക്കാത്തതും അച്യുതൻ രക്ഷിച്ചതുകൊണ്ടാണ്. ഇതുപോലെ മേലിലും ആപത്തുകൾ ഉണ്ടാകാൻ പാടില്ലെന്നില്ല. അതിനു മുൻപ് നമുക്ക് ഇവിടം വിട്ടുപോകാം. പുണ്യ മലകളോട് കൂടിയതും പശുക്കൾക്ക് സമൃദ്ധമായി പുല്ലുള്ളതും നമുക്കും പശുക്കൾക്കും സുഖമായി വസിക്കാവുന്നതുമായ വൃന്ദാവനം എന്ന ഒരു പുണ്യസ്ഥലമുണ്ട്. എന്റെ അഭിപ്രായം നിങ്ങൾക്കും സമ്മതമാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അവിടെ പോയി വസിക്കാം. ഉപനന്ദനന്റെ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായി. അവർ ഗോധനാദികളോടുകൂടി വൃന്ദാവനത്തിലെത്തി താമസം തുടങ്ങി. എല്ലാ ഋതുക്കളിലും സുഖവാസയോഗ്യമായ വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവും യമുനാ നദിയും നദീതടത്തിൽ അവിടവിടെ ഉണ്ടായിരുന്ന പുളിനങ്ങളും രാമകൃഷ്ണന്മാർക്ക് അത്യധികം പ്രീതിയെ ഉളവാക്കി. മനോഹരമായ ബാലചേഷ്ടിതങ്ങൾ കൊണ്ടും സരസവാണികൾ കൊണ്ടും രാമകൃഷ്ണന്മാർ വ്രജവാസികൾക്ക് പരമാനന്ദം നൽകിക്കൊണ്ട് വളർന്നു. അവർ സമപ്രായക്കാരോട് ചേർന്ന് വത്സങ്ങളെ മേച്ചു തുടങ്ങി. വ്രജത്തിൽ അധികം ദൂരെയല്ലാത്ത പുല്ലുള്ള സ്ഥലം നോക്കി വത്സങ്ങളെ മേയ്ക്കാനാക്കിയിട്ട് അവർ ബാലസഹജമായ പലവിധ കളികളിൽ ഏർപ്പെടും. മനോഹരമായി ഓടക്കുഴൽ വായിക്കും. കവണങ്ങൾ കൊണ്ട് വൃക്ഷങ്ങളിൽ നിന്നും പഴുത്ത പഴങ്ങളെ എറിഞ്ഞു വീഴ്ത്തും. ചിലമ്പുകളെ ശബ്ദിപ്പിച്ചുകൊണ്ട് നയനാനന്ദകരമായി തുള്ളിക്കളിക്കും. പശുക്കളുടെയും കാളകളുടെയും വേഷം കെട്ടി മുക്കറയിട്ടുകൊണ്ട് യുദ്ധം ചെയ്ത് കളിക്കും. അരയന്നത്തെ പോലെ നടക്കും. മയിലിനെ പോലെ ആടും. കുയിലിനെ പോലെ പാടും.
അപ്പോൾ ആ വക ജന്തുക്കളും ആ ലീലകൾ കണ്ട് രസിക്കും. ഇങ്ങനെ സർവജ്ഞനായ സർവേശ്വരൻ പ്രാകൃത ബാലന്മാരോട് ചേർന്ന് അവരെ പോലെ ക്രീഡിച്ച് രസിച്ചു. ഒരു ദിവസം കസംഭൃതനായ ഒരസുരൻ കൃഷ്ണരാമന്മാരെ കൊല്ലണമെന്ന ദുരുദ്ദേശത്തോടുകൂടി ഒരു പശുക്കുട്ടിയുടെ വേഷത്തിൽ അവരുടെ കൂട്ടത്തിൽ വന്നുകൂടി. ഭഗവാൻ അവനെ അപ്പോൾ തന്നെ കണ്ടറിഞ്ഞു, ജ്യേഷ്ഠനെയും രഹസ്യമായി അറിയിച്ചു. അനന്തരം പശുക്കുട്ടികളെ തൊട്ട് തലോടി നടന്നു ചെന്ന് വത്സാസുരന്റെ പിൻകാൽ രണ്ടും വാലും കൂട്ടിപ്പിടിച്ച് വട്ടത്തിൽ ചുഴറ്റി അടുത്തു കണ്ട ഒരു വൻ വൃക്ഷത്തിൽ അടിച്ചു കൊന്നു. അവൻ മരിച്ചപ്പോൾ കപടവേഷം പോയി പർവ്വതം പോലെയുള്ള അസുര ശരീരമായി കാണപ്പെട്ടു. ആശ്ചര്യചകിതരായ ബാലന്മാർ സാധുവാദം ചെയ്ത് കൃഷ്ണനെ സ്തുതിച്ചു. ഒരു ബാധയൊഴിഞ്ഞ സന്തുഷ്ടിയോടുകൂടി ദേവന്മാർ പുഷ്പവർഷം ചെയ്തു. അസുരവധം കേട്ട് വ്രജഗോപികൾ വിസ്മയിച്ചു.